എല്ലാവർക്കും സമാധാനം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വീഡിയോ, ഭീഷണി കുമാർ മണിയൻ പെന്തക്കോസ്ത് ഗുണ്ടയോ. അത് ഈ വീഡിയോ പറയുവാനുണ്ടായ കാരണം എന്നുള്ളത്, ഈ സഭയുടെ ലോകം എന്ന പേരിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പെന്തക്കോസ്തുകാരനായ യൂട്യൂബറാണ് സുഭാഷ് കുമാർ മണിയൻ. ഇദ്ദേഹത്തെ എനിക്കൊരു 4-5 വർഷമായിട്ട്, 4-5 അതിൽ കൂടുതൽ വർഷമായിട്ട് എനിക്കറിയാം. ഇയാൾ ഫേസ്ബുക്കിൽ കൂടിയാണ് ആദ്യം എനിക്ക് പരിചയം. അതിനുശേഷം അദ്ദേഹം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, യൂട്യൂബ് ചാനലൊക്കെ വീഡിയോകളൊക്കെ ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ തുടക്കത്തിലെ നല്ലൊരു വിജയം, സപ്പോർട്ടിങ്, പെന്തക്കോസുകാരിൽ നിന്നും നല്ലൊരു സപ്പോർട്ടിങ് കിട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് കാരനായ ആൾക്കാരുടെ ഭാഷാ രീതിയിൽ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ബഹുമാനം കൽപ്പിക്കാതെ അദ്ദേഹം വീട്ടിൽ സംസാരിക്കും പോലെ ഉള്ള ഒരു ഭാഷാ രീതി, പിന്നെ മാത്രമല്ല പൈസ ആരെങ്കിലും കൊടുത്താൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന, അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് സഭയിലെ അല്ലെങ്കിൽ AGയിലെ ഒരു ഇലക്ഷനോ മറ്റ് തെരഞ്ഞെടുപ്പ് പോലും നടന്നു കഴിഞ്ഞാൽ അതിൽ എതിർ പാനലുകാരിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ട് മറ്റൊരു പാനലുകാരനെ മോശമാക്കി ചിത്രീകരിക്കുവാനും മോശമായിട്ടുള്ള വീഡിയോകൾ ഇറക്കിയും, അല്ലെങ്കിൽ പെന്തക്കോസിൽ സ്ത്രീ പീഡന കേസുകൾ അല്ലെങ്കിൽ ബലാത്സംഗ കേട്ടിലൊക്കെ പിടിക്കപ്പെടുന്ന പാസ്റ്റർമാരെയൊക്കെ ഇദ്ദേഹം വെളുപ്പിക്കുകയും, അല്ലെങ്കിൽ എന്തെങ്കിലും പെന്തക്കോസുകാർ ചെയ്യുന്ന എന്തെങ്കിലും പോക്കത്തിനത്തെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുഭാഷ് കുമാർ മണിയൻ. അത് പെന്തക്കോസ്തിൻ്റെ ഒരു വിഭാഗം 20% ആൾക്കാർ, അതായത് മ്ലേച്ഛത പോലുള്ള പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ സുഭാഷ് കുമാർ മണിയനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പെന്തക്കോസ്തിൽ നല്ലൊരു സംസ്കാര ഭാഷാ രീതി, പെരുമാറ്റ രീതിയൊക്കെ ഉള്ള ചില ആൾക്കാർ സുഭാഷ് കുമാർ മണിയനെ വെറുക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള പേരിലൊരു വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ അനേകം ആൾക്കാരെ കൊണ്ടുവന്ന് സംവാദത്തിലേക്ക് കൊണ്ടുവന്നു. ഞാൻ എല്ലാത്തും നല്ലപോലെ മറുപടി കൊടുത്തിട്ടുണ്ട്. സമ്പാദിക്കാൻ വന്ന ആൾക്കാരെയും കാണുന്നില്ല, സംവാദം ചെയ്യുവാൻ പ്രേരിപ്പിച്ച സുഭാഷ് കുമാർ മണിയനെയും കാണില്ല. ഇപ്പോൾ എൻ്റെ വാക്കുകൾ കേട്ട് അവർ എന്നെയും ബ്ലോക്ക് ചെയ്ത് കണ്ടം വഴി ഓടിയിരിക്കുക. ഇനി അത് പോട്ടെ, അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വെളിച്ചം എന്നുള്ള വചനം എത്തിയപ്പോൾ ഇരുട്ടായ സുഭാഷ് കുമാർ മണിയനും കൂട്ടരും കണ്ടം വഴി ഓടി ഇരിക്കുകയാണ്. ഇത് ഞാൻ പറയാൻ വന്ന കാര്യം, ഈ സുഭാഷ് കുമാർ മണിയൻ ശരിക്കും എന്താണ്? ഇതേ ഒരു പെന്തക്കോസ്ത് ഗുണ്ടയാണോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം പെന്തക്കോസ്തിലെ വിഭാഗം എന്നുള്ളത് പൊതുവെ മാന്യന്മാർ, ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാനും ഒരുമാനപ്പെട്ട മോശമായ രീതിയിൽ പോകാത്തവരും, ഈ മദ്യപാന പുകവലി വെറുക്കൂത്തുകളിലൊന്നും പോകാതെയും, ഈ 2 കാര്യങ്ങൾ, മദ്യവും പുകവലിയും ആൾക്കാരോട് മോശമായി സംസാരിക്കുന്ന രീതി, സുഭാഷ് കുമാർ മണിയെ പോലെ കൾച്ചർലെസ്, സംസ്കാര ശൂന്യമായ ഭാഷയിൽ സംസാരിക്കുന്നവർ കുറവാണ്. എന്നാൽ അതിനൊക്കെ ഒരു തിരിച്ചടിയാണ്, പെന്തക്കോസുകാർക്ക് തിരിച്ചടിയാണ് സുഭാഷ് കുമാർ മണിയൻ. പെന്തക്കോസുകാരെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വെറുത്തു പോകുന്ന ഒരു പ്രവൃത്തികളാണ് ഇദ്ദേഹം. വെറും കൾച്ചർലെസ് ആയിട്ടുള്ള, അതായത് ഇദ്ദേഹം ഒരു തിരുവനന്തപുരം കടലോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ ഈ കടൽപ്പുറത്തുള്ള ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ, ഈ കൊച്ചു പിള്ളേരൊക്കെ സംസ്കാര ശൂന്യമായ ആൾക്കാരോട് പെരുമാറുന്നു, വിവരവും ബോധവും ഇല്ലാത്ത സമൂഹം എന്നൊക്കെ പറയും പോലെ അത്തരമൊരു പ്രായത്തിൻ്റെ പക്വത ഇല്ലാത്ത 48 വയസ്സായ ഒരു വ്യക്തിയാണെന്ന് സുഭാഷ് കുമാർ മണിയൻ എന്ന് അറിയാൻ കഴിയുന്നു. അദ്ദേഹത്തിന് 4.5 വയസ്സിൻ്റെ പക്വത പോലും ഇല്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. അപ്പോൾ ഞാനിപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പലരെയും ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. അതേ ഭീഷണി എന്നുള്ളത് യേശുവിനെ ദൈവമല്ല എന്ന് പറഞ്ഞാലും, യേശുവിനെ ഒരു ദൂതൻ എന്ന് പറഞ്ഞാലും ഇദ്ദേഹം അവർക്കെതിരെ ഭീഷണി മുഴക്കും. എൻ്റെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഒരു സുഹൃത്തും ആയ ഒരു കൃഷ്ണദാസ് ബ്രദറുണ്ട്. അദ്ദേഹം ഹൈന്ദവ മാർഗത്തിൽ നിന്നും
ക്രൈസ്തവ മാർഗത്തിലേക്ക് മാറി വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പഠിപ്പിച്ച സഭകളിലെ വിശ്വാസത്തെ ഒന്നും അംഗീകരിക്കാതെ ബൈബിൾ പഠിച്ച് അതിലുള്ള വിശ്വാസത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പഠിച്ച ആശയങ്ങളെ, ബൈബിളിൽ നിന്ന് കണ്ടെത്തിയ ആശയങ്ങൾ അത് വാട്സാപ്പിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ യേശു ദൈവമല്ല, ഏകദൈവമേ മാത്രമുള്ളൂ, യഹോവയായി ഏകദൈവം മാത്രമേ ഉള്ളൂ, അതാണ് ദൈവം, ആ ദൈവത്തിൻ്റെ ദാസനാണ് യേശു എന്നും, അല്ലെ ആ ദൈവത്തിൻ്റെ ദൂതനാണ്, ദൈവത്തിൻ്റെ ദൂത് മനുഷ്യരെ അറിയിക്കാൻ വന്നവനാണ് യേശു എന്നും പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വളരെ ക്രൂരമായി ഭീഷണിപ്പെടുത്തുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഓഡിയോ ഈ വീഡിയോയുടെ അവസാനം ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുമ്പോൾ ഞങ്ങൾക്ക് ഈ സുഭാഷ് കുമാർ മണിയൻ്റെ ഒന്ന് കാണാം. ഞാൻ സുഭാഷ് കുമാർ മണിയനെ ആദ്യമായിട്ട് കാണുന്നത് റാന്നിയിലെ ജെയിംസ് ആൽബർട്ടും അനിൽകുമാർ അയ്യപ്പനും ഉൾപ്പെടുന്ന ഒരു സംവാദത്തിൻ്റെ പേരിൽ ആദ്യമായി കാണുന്നു. ഞാൻ ആ സമയത്ത് എന്നെ ഈ ജെയിംസ് ആൽബർട്ട് എന്ന് പറയുന്ന ഓർത്തഡോക്സുകാരൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദർ നിങ്ങൾ വരണം, നിങ്ങൾ ഇതിൽ പങ്കാളിയാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കരുതി കോന്നിയിൽ നിന്നും ഇവിടെ നിന്ന് കൊല്ലത്ത് നിന്നും കോന്നിയിലേക്ക് പോയി. ഇവിടെ ജെയിംസ് ആൽബർട്ടുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കോന്നിയിലെ സംവാദം നടക്കുന്ന ഓഡിറ്റോറിയത്തിന് അകത്തുള്ളൊരു മതിൽക്കെട്ടി നിന്നും ഒരു കമ്പിൽ മൊബൈൽ കെട്ടിവെച്ചുകൊണ്ട് ഒരാൾ ഒളിവിൽ ഇങ്ങനെ ക്യാമറ പിടിക്കുക. ഞാൻ ചോദിച്ചത് ഇത് ആരാണ്? ജെയിംസ് ആൽബർട്ട് ചോദിച്ചു. ജെയിംസ് ആൽബർട്ട് അതാണ് സുഭാഷ് കുമാർ മണിയൻ, സഭയുടെ ലോകം എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു പെന്തക്കോസുകാരനാണ്, ഇയാൾ AG-കാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോക്കെതിരെ ഞാൻ 4-5 വീഡിയോകൾ ചെയ്തിട്ടുള്ള ആളാണ്. ആളൊരു കോമഡിയാണ്, തലയ്ക്കകത്ത് ഒന്നുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പാസ്റ്ററാണ്, അദ്ദേഹം ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതാണ്, ബെഥേൽ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, പിന്നെ പാസ്റ്ററൊക്കെ ആയതാണ്. പാസ്റ്റർ ആയ ശേഷം ഇതേ സംസാര രീതി സഭയിൽ സംസാരിച്ചപ്പോൾ അവിടുത്തെ വിശ്വാസികൾ ഇദ്ദേഹത്തെ എടുത്തിട്ട് പഞ്ഞി കിട്ടും, ഇനി മേലാൽ ഈ സഭയെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ട ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ അന്ന് അവിടെ പലരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിനെ കണ്ടപ്പോഴേ എനിക്കൊരു കൊമേഡിയനാണ് തോന്നി, ഒരു പൗരുഷമില്ലാത്ത മൊബൈലും കൊണ്ടുവന്ന് നടക്കുന്ന ക്യാമറ പിടിക്കുന്ന ആൾ. എൻ്റെ ക്യാമറ പിടിക്കുക, കുളിസിയും പിടിക്കാൻ വരുമ്പോൾ അദ്ദേഹം വന്ന് മൊബൈൽ മതിനപ്പുറത്ത് ഒളിച്ചിരുന്ന് ഒരു മരിച്ചിനി കമ്പിൽ വെച്ച് യാതൊരു കമ്പിൽ കെട്ടിവെച്ച് ഇങ്ങനെ പൊക്കിയും താഴ്ത്തിയും പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ആദ്യമായിട്ട് ഈ പുള്ളിയുടെ ക്യാരക്ടർ. ഹലോ, ബ്രദറെ, ഞാന് വിളിച്ചതേ ഒരു ഗ്രൂപ്പില് ആഡ് ചെയ്യട്ടാ നിങ്ങളെ അജിത്തിനെയൊക്കെ നമുക്കൊരു ചർച്ച ചെയ്യാൻ വേണ്ടി. സുഭാഷ് എന്നാണോ പേര്? അതെ അതെ, സുഭാഷ് കുന്നുപറമ്പിൽ. അതെ. എവിടെ വീട്? എന്റെ വീട് തിരുവനന്തപുരം. എന്താണ് വിഷയം? വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഈ യേശുക്രിസ്തു ദൂതനാണെന്നുള്ള ചർച്ചയാണ്. അജിത്ത് ആ രീതിയിലല്ലേ സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പം ചില സഭകളിൽ ഇങ്ങനെ ദൂതൻ എന്ന രീതിയിൽ സംസാരിക്കുന്നത്. നമ്മളെ നിങ്ങൾ പിന്നെ ബൈബിൾ ഇതിലെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു നിങ്ങള്? ബൈബിൾ സ്റ്റഡിയിലല്ലേ? ബൈബിൾ സ്റ്റഡി. അതിൽ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ഞാൻ കേട്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. കൂട്ടുകാരന്മാരല്ലേ? താങ്കളുടെ കൂട്ടുകാരനല്ലേ? എന്റെ കൂട്ടുകാരനല്ല, അവ എന്നെ ആഭാസം പറഞ്ഞവനാ. നിങ്ങൾ എന്തെന്നാണ് അയാളെ പറഞ്ഞത്? എന്താ പറഞ്ഞേ? എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾക്ക് അറിയാമോ? എനിക്കറിയില്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും നിങ്ങളോട് അങ്ങനെ പറഞ്ഞു. പറയണ കേള്, നിന്റെ പേരും കൂടെ ഞാൻ കൊടുക്കും, ഞാൻ വിളിച്ചോണ്ട് പറഞ്ഞു കേട്ടാ. അല്ല പൊന്നു മോനെ, ഇതൊന്നും കണ്ടൊന്നും പേടിക്കണമെന്നല്ല. താങ്കൾ എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്താ സംസാരിക്കണം? അവനെ പറഞ്ഞ അവനെ വിളിച്ചോണ്ട് പറയണം, നിങ്ങൾ കൂട്ടുകാരല്ലേ? മര്യാദ സംസാരിക്കും. ഒരു വ്യക്തിയുടെ ഫോണെങ്കിൽ വിളിച്ചിട്ട് അയാളെ നീങ്ങക്ക് വിളിക്കേണ്ട എന്നല്ല നിങ്ങളോട് വിളിക്കേണ്ടത്, മനസ്സിലായോ? മര്യാദ സംസാരിക്കും. വിളിച്ചോ മര്യാദ. എന്ത് മര്യാദ സംസാരിക്കണം? ഇങ്ങനെ സംസാരിക്കണം. നിന്റെ കൂട്ടുകാരനാണോ? നീ തമ്മിൽ ബന്ധമുണ്ടോ ഞാൻ അറിഞ്ഞു. ഞാൻ ഇതിന് മറുപടി പറയേണ്ടത് ഇങ്ങനെയല്ല. ബന്ധമാണ്. നീയൊക്കെ രണ്ടും ദുരുപദേശകരമാണ് ഞാൻ അറിഞ്ഞു. യേശുക്രിസ്തു ദൈവമെന്ന് പറഞ്ഞു നടക്കണമാരാണെന്ന്. താങ്കൾക്ക് അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുന്നേ. താങ്കൾക്ക് അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുന്നേ. തെളിയിക്കാൻ പറ്റുന്നുണ്ട്. യേശുക്രിസ്തു ദൈവമല്ലേ ആരാണ്?
താങ്കൾ ബൈബിള് വായിച്ചിട്ട് താങ്കൾ തെളിയിക്ക്. ബൈബിളിൽ യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ്? പറ. താങ്കൾക്ക് അറിയണമെങ്കിൽ താങ്കൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ പഠിപ്പിച്ചു. താങ്കളൊന്ന് പഠിപ്പിക്കുക. നീ സംസാരിക്കോ ബൈബിളില്? നീ അവനോട്ട് വന്ന് സംസാരിക്കോ? ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടോ? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ എന്നാ ഇങ്ങനെ ഫോണിൽ കൂടി വിളിച്ചിട്ട് ആഡ് ചെയ്യാണ്. നീ അവിടെ സംസാരിക്കോ? നീ അവനെ വിളിച്ചോണ്ടോ? എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. നീ ചെയ്യടേ, കാര്യം ചെയ്യടേ. നീ അവനെയും കൂട്ടിക്കൊണ്ട് വരണം. എന്നെ ആഭാസം പറഞ്ഞ കൂട്ടി നീ വരണം. നീ ആരെയാണ്? നിന്റെ കൂട്ടുകാരൻ. ഓക്കെ, ഞാൻ വെക്കുകയാണ് നിന്റെ കൂട്ടുകാരൻ. നിന്റെ പേര് ഞാൻ എത്ര പറയാം. നീ ആഭാസം പറഞ്ഞാ അവന്റെ വീടും സ്ഥലവും കാര്യം പറഞ്ഞാ ഞാൻ അവിടെ പൊക്കോളാം. അവ അത്ര ആഭാസം വടി കൊടുത്ത അടി മേടിക്കുമ്പോ ഓർക്കണമെന്നൊക്കെ. വടി കൊടുത്തിട്ട് അടി മേടിക്കുമ്പോ എന്ത് വടി കൊടുത്താ പറയണേ നീ? ഇപ്പൊ കണ്ടില്ല എന്നോട് എന്നെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾ ഇതുപോലെ തന്നെ വടി കൊടുത്തു വെച്ചാൽ ഞാൻ നിന്നെ ആഭാസം പറഞ്ഞ ഇല്ലല്ലോ. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ. ഇപ്പൊ നിങ്ങൾ പറയുന്നത് മുഴുവനും ഇവിടെ ഉണ്ടല്ലോ. എന്താണ്? നിങ്ങളിപ്പോ എന്നെ ഫോണിൽ കൂടി വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ പരിചയമില്ല. നിങ്ങൾ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് നിന്നെ ആശയപരമായി നിന്റെ കൂട്ടുകാരനല്ലേ ഞാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞ ഇതിപ്പോ ഞാൻ വിളിച്ചിട്ട് ഞാനിത് വേണ്ട കാര്യം ഞാൻ ചെയ്തോളാം. എന്താണെന്ന് വെച്ചാൽ നീ ഒരു പ്രശ്നമല്ല, നീ ചെയ്തോ, പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യം, നിന്റെ കൂട്ടുകാരനായ അവൻ എന്നെ അനാവശ്യം പറഞ്ഞിരിക്കുന്നത് നീ അവനെ കൂടി പറഞ്ഞു. നിന്റെ പേര് ഞാൻ സ്റ്റേഷനിൽ കൊടുക്കും. അത്രേ ചെയ്യുള്ളൂ കേട്ടോ. എന്റെ പൊന്ന് സഹോദര, ഇതൊക്കെ കുറെ കണ്ടാണോ സഹോദര? ശരി ശരി, ഓക്കെ ഓക്കെ, കാണാം. ശരി, ഓക്കെ. ശരി. വടി കൊടുത്ത് അടി മേടിച്ചില്ലേ? വടി കൊടുത്ത് അടി മേടിച്ചതല്ലേ? ഞാൻ കൊടുത്തേ ഇതുപോലെ ഇപ്പൊ എന്നെ ഒരു പരിചയമില്ലാതെ നിങ്ങൾ വിളിച്ച് എന്നെ ചീത്ത പറയുമ്പോ നിങ്ങൾ ഇത് തന്നെ കേട്ടു നോക്കുന്നു. വിളിച്ചെന്ന് കേട്ടു നോക്കുന്നു. നീ റെക്കോർഡ് ചെയ്ത് വെച്ചോ? അതെ, ഇതിപ്പോ ഇട്ടുതരാം, അങ്ങോട്ട് ഇട്ടുതരാം. ദൈവമല്ലെന്ന് പറഞ്ഞാൽ നിന്റെ കൾച്ചറെ ഞങ്ങൾ എതിർക്കും. എന്നെ പൊന്നത് നമ്മളിതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. നമ്മളിതിനെ കുറിച്ച് വല്ല സംസാരിച്ചിട്ടില്ല. ആര് പറഞ്ഞു? എപ്പോഴാ എത്ര സംസാരിച്ചിട്ടുണ്ട്? എന്ന് സംസാരിച്ച് നിന്നെ ഗ്രൂപ്പിൽ നീ പറയണം, സംസാരിക്കണം കേട്ടോ. ഇപ്പൊ ആഡ് ചെയ്യും. എവിടെ വെച്ച്